ഇന്ത്യയിൽ പഴങ്ങളുടെ രാജാവായ മാമ്പഴം രുചിയിൽ മാത്രമല്ല ഗുണത്തിലും വലുതാണ്. മാമ്പഴം കൊണ്ടുള്ള ഒരു പലഹാരം, അതായത് വെരി സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി, കാണാനും കഴിക്കാനും നല്ലതായ ഈ മാംഗോ സ്നാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. കാണാനും കഴിക്കാനും നല്ലതായ മാമ്പഴ പലഹാരം തയ്യാറാക്കാനായിട്ട് 1/2 കപ്പ് റവ പാനിൽ ഇടുക. അതിൻ്റെ കൂടെ 1 കപ്പ് ചിരകിയ തേങ്ങായും മീഡിയം ഫ്ലെയിമിൽ രണ്ടും കൂടി റോസ്റ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് റോസ്റ്റ് ആകണം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ റവയും തേങ്ങായും റോസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 1/2 കപ്പ് എടുത്താൽ മതി. റവയും തേങ്ങായും ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ റവ തേങ്ങ മിക്സ് പാനിൽ നിന്ന് ചൂട് മാറാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഞാൻ ഈ സെയിം പാനിൽ തന്നെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇടത്തരം 3 മാമ്പഴം അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. കൂടെ 1/2 കപ്പ് പഞ്ചസാരയും രണ്ടും കൂടി നന്നായി അരച്ചെടുക്കുക. ഈ സമയം ചൂടൊക്കെ പോയ റവ തേങ്ങ മിക്സ് പൊടിച്ചെടുക്കുക. പൊടിച്ചതിൽ 2 ടീസ്പൂൺ മാറ്റി വെക്കുക. അടുത്തതായിട്ട് ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിൽ അരച്ച മാമ്പഴം ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക. ഇത് കുറച്ച് നേരം വഴറ്റിയെടുക്കണം. അപ്പോൾ പലഹാരത്തിന് നല്ല ടേസ്റ്റ് കിട്ടും. മാമ്പഴത്തിൻ്റെ കളറ് കുറച്ച് മാറാൻ തുടങ്ങുമ്പോൾ കുറേശ്ശെയായിട്ട് പൊടിച്ചു വെച്ചിട്ടുള്ള റവ തേങ്ങ മിക്സ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കണം. എല്ലാം നല്ലതായിട്ട് യോജിച്ചു വരണം. ഇപ്പോൾ മിക്സൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ചൂട് കുറയുമ്പോൾ കയ്യിൽ ഓയിൽ പുരട്ടി ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഷേപ്പ് ആക്കിയ ശേഷം റവ തേങ്ങ മിക്സ് കൊണ്ട് കോട്ട് ചെയ്ത് ഇത് ഉപയോഗിക്കാം. എന്നാൽ കൂടുതൽ ഭംഗിക്ക് വേണ്ടി ഈ പലഹാരത്തിൻ്റെ 2 അറ്റവും ഞാൻ പിസ്ത പൗഡറിൽ മുക്കുന്നുണ്ട്. കാണാനും കഴിക്കാനും വളരെ സോഫ്റ്റായ പലഹാരം എന്തുകൊണ്ടും ഏത് ബേക്കറി പലഹാരത്തെക്കാളും നല്ലതാണ്. മാമ്പഴത്തിൻ്റെ വെറൈറ്റി റെസിപ്പി ആഗ്രഹിക്കുന്നവർക്കും വെറൈറ്റി സ്വീറ്റ് കഴിക്കേണ്ടവർക്കും പറ്റിയ അടിപൊളി സ്വീറ്റ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ സ്വീറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.